BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാനും ഖജനാവിലെ നഷ്ടം നികത്തുന്നതിനുമായി പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങി സർക്കാർ. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഇക്കാര്യം അറിയിച്ചത്. പൊതുഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സർക്കാർ നടപ്പിലാക്കുമെന്ന് അറിയിച്ച 5 പരിഷ്കാരങ്ങളാണിവ. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവകകൾ സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തി സ്പെഷ്യൽ അസറ്റ് മാനേജ്മെന്റ് പോർട്ടൽ രൂപീകരിക്കുന്നതാണ് ഇതിൽ പ്രധാനം. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ സ്വത്തുവകകളെക്കുറിച്ചുള്ള വിവരങ്ങളും ഈ പോർട്ടലിൽ ലഭ്യമാകും. ഭൂമി, കെട്ടിടങ്ങൾ, പൈതൃക നിർമ്മിതികൾ, റോഡുകൾ, അണക്കെട്ടുകൾ, പാലങ്ങൾ, വാഹനങ്ങൾ, യന്ത്ര സാമഗ്രികൾ എന്നിവയുൾപ്പെടെയുള്ളവയാണ് പോർട്ടലിൽ ലഭ്യമാക്കുക. പ്ലാൻ സ്പേസ് 2.0 എന്ന പ്രോജക്റ്റ് രജിസ്റ്റർ രൂപീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്. വിവിധ വകുപ്പുകൾ അനുമതി നൽകുന്ന എല്ലാ മൂലധന പദ്ധതികളും ജിയോ ടാഗ് ചെയ്യും. ഇതിനായി GIS അധിഷ്ഠിത പ്രോജക്റ്റ് രജിസ്റ്റർ മൊഡ്യൂൾ ഉൾപ്പെടുത്തി നിലവിലുള്ള പ്ലാൻ സ്പേസ് 2 വിപുലീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പദ്ധതി നടപ്പാക്കുന്ന സ്ഥലം, ഏജൻസികൾ, അനുമതി നൽകുന്ന അധികാരികൾ, ഫണ്ടിന്റെ സ്രോതസ്, നിർമ്മാണ ഘട്ടങ്ങൾ എന്നിവയെല്ലാം പ്രോജക്റ്റ് രജിസ്റ്ററിൽ ഉണ്ടാകുന്നതായിരിക്കും. സർക്കാർ സ്ഥാപനങ്ങളുടെ സമഗ്രമായ അസറ്റ് രജിസ്റ്റർ രൂപീകരിക്കുന്നതാണ് മറ്റൊരു തീരുമാനം. സർക്കാരിന് കീഴിൽ 591 സ്ഥാപനങ്ങളുണ്ട്. 19,000 കോടിയോളം രൂപയാണ് ഇവയുടെ ശമ്പള ഇനത്തിൽ ചെലവാക്കുന്നത്. പല കാലങ്ങളിലായി രൂപീകരിച്ച സ്ഥാപനങ്ങളിൽ പലതും ലക്ഷ്യം കൈവരിച്ച ശേഷവും പ്രവർത്തനം തുടരുകയാണ്. ഇവയുടെ പ്രവർത്തനം സമഗ്രമായി വിലയിരുത്തുകയും ഒരേ സ്വഭാവമുള്ള സ്ഥാപനങ്ങളെ സംയോജിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. കൂടാതെ കാലഹരണപ്പെട്ടതും അനാവശ്യവും പരസ്പര വിരുദ്ധവുമായ നിയമങ്ങളുടെ അവലോകനവും ഭേദഗതിയും നടപ്പാക്കുന്നതായിരിക്കും. ഇതുമൂലം വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിനും തടസ്സമുണ്ടാകുന്നുണ്ട്. ഇത് ഒഴിവാക്കാനുള്ള സമഗ്രമായ പരിപാടിയാണിത്. അതേസമയം മികച്ച ജീവിത സൗകര്യത്തിനും ബിസിനസ് സുഗമമാക്കുന്നതിനും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സംവിധാനം നടപ്പാക്കുന്നതിനും സർക്കാർ തീരുമാനമായിട്ടുണ്ട്. സംരംഭകർക്ക് കേരള സർക്കാരുമായുള്ള ഇടപാടുകൾ ലളിതമാക്കുന്നതിനായി നിയമങ്ങളും ചട്ടങ്ങളും ആധുനികവൽക്കരിക്കുന്ന സംസ്ഥാനതല പ്രോസസ് റീ എഞ്ചിനീയറിംഗ് പരിപാടിയാണിത്. ഡിജിറ്റൽ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി സേവന നടപടികൾ കൂടുതൽ ലളിതമാക്കുന്നതുമായിരിക്കും. കേന്ദ്ര ലേബർ കോഡ് സംസ്ഥാനത്ത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ ട്രേഡ് യൂണിയനുകളുമായി സംസാരിക്കുമെന്നും അതിനുശേഷം മാത്രമേ തുടർ തീരുമാനത്തിലേക്ക് കടക്കൂ എന്നാണ് മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് അറിയിച്ചിരിക്കുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.